representation of Z matrix using internal coordinate. ഫസ്റ്റ് നമുക്ക് വാട്ടർ മോളിക്യൂളിന്റെ കേസ് ആണ് ഇന്നലെ നമ്മൾ എടുത്തത്. ഇപ്പൊ വാട്ടർ മോളിക്യൂൾ എടുക്കുമ്പോൾ H2O ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, അതിന്റെ സ്ട്രക്ചർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. സ്ട്രക്ചർ ബെൻഡ് ഷേപ്പ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഓക്സിജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഇനി ഓരോ ആറ്റത്തിനും നമ്മൾ നമ്പർ കൊടുക്കുന്നു. ഓക്സിജൻ 1, ഈ ഹൈഡ്രജൻ 2, ഈ ഹൈഡ്രജൻ 3. ഇനി നമുക്ക് സെഡ് മെട്രിക്സ് എഴുതാം. സെഡ് മെട്രിക്സ് എഴുതുമ്പോൾ ഏറ്റവും ആദ്യം സെൻട്രൽ ആറ്റത്തിന് ആദ്യത്തെ ലൈനിൽ എഴുതണം. അപ്പൊ ഓക്സിജൻ. പിന്നെ അടുത്ത ആറ്റം 2 എന്ന് മാർക്ക് ചെയ്ത ഹൈഡ്രജൻ ആറ്റം. എപ്പോഴും രണ്ടാമത്തെ ആറ്റത്തിന് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഒരു പാരാമീറ്റർ മാത്രം മതി. ആ പാരാമീറ്റർ ഏതാണ്? ഓക്സിജനുമായിട്ടുള്ള ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന ബോണ്ട് ലെങ്ത്. അപ്പൊ 1നോട് അത് എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത്? ബൈ ബോണ്ട് ലെങ്ത്. അതിന് നമ്മൾ R1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു വേരിയബിൾ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി തേർഡ് ആറ്റം എന്ന് പറയുന്നത് തേർഡ് ഹൈഡ്രജൻ എഴുതി. അതിന് ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താ? ഓക്സിജൻ ആയിട്ടുള്ള അതിന്റെ ബോണ്ട് ലെങ്ത്. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താ? ഈ ഹൈഡ്രജൻ ആയിട്ടുള്ള അതിന്റെ ബോണ്ട് ആംഗിൾ. അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ എവിടെ വേണമെങ്കിൽ വരാം, എന്നല്ല നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ സെക്കൻഡ് ഹൈഡ്രജൻ ആയിട്ടുള്ള അതിന്റെ ബോണ്ട് ആംഗിളിന് A1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് മെൻഷൻ ചെയ്യണം? ഈ ബോണ്ട് പാരാമീറ്റേഴ്സ് ഒക്കെ എത്രയാണെന്ന് മെൻഷൻ ചെയ്യണം. അപ്പൊ ഒരു സ്പേസ് വിട്ടതിന് ശേഷം R1 ഈക്വൽ ടു ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് ഒരു ഏകദേശം 1.08 ആണ് വരിക. A1 ഈക്വൽ ടു 104.5. ഇങ്ങനെയാണ് വാട്ടർ മോളിക്യൂളിനെ നമ്മൾ ഇന്റേണൽ കോർഡിനേറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഇത് തന്നെ വേറൊരു തരത്തിലും ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഓക്സിജൻ, ഹൈഡ്രജൻ 1, ഈ R1 നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 1.08 നേരിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്താലും തെറ്റില്ല. അപ്പൊ ഹൈഡ്രജൻ 1 1.08 to 10.45 അങ്ങനെ എടുത്ത് എഴുതാം. അല്ലെങ്കിൽ വേരിയബിൾ വേറൊരു സെക്ഷൻ ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ എഴുതിയാലും നമുക്ക് പ്രശ്നമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഇവിടെയൊക്കെ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ഹൈഡ്രജൻ അടിച്ച് സ്പേസ് അടിച്ചതിന് ശേഷം 1 സ്പേസ് R1. അങ്ങനെയാണ് നമ്മൾ ഇത് എഴുതേണ്ടത് കേട്ടോ. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ 1.08 പകരം 1 ആണ് വാല്യൂ എന്ന് വിചാരിക്കേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 എന്ന് എഴുതാനായിട്ട് പാടില്ല, 1.0 എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിലാണ് അത് കറക്റ്റ്. 1.0 അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അപ്പൊ ഇതാണ് വാട്ടർ മോളിക്യൂളിന്റെ സെഡ് മെട്രിക്സ് ഇൻ ടേംസ് ഓഫ് ഇന്റേണൽ കോർഡിനേറ്റ്. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് മോളിക്യൂൾസിന്റെ സെഡ് മെട്രിക്സ് പഠിക്കാനുണ്ട്. അപ്പൊ അതില് ആദ്യത്തെ ഫസ്റ്റ് വൺ നമുക്ക് എടുക്കാം. വാട്ടർ ഒരെണ്ണമാണ്. അപ്പൊ ഇത് പഠിക്കണം കേട്ടോ. നിങ്ങൾ ഈ സെഡ് മെട്രിക്സ് പഠിക്കണം. കാരണം സെഡ് മെട്രിക്സ് ഓഫ് വാട്ടർ അങ്ങനെ നമ്മളോട് എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ നമ്മളത് പഠിച്ചിട്ടുണ്ടാവണം. ഇനി അടുത്തൊരു മോളിക്യൂൾ നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ. നമുക്കറിയാം ഹൈഡ്രജന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ? ലീനിയർ ആണ് അല്ലെ? അപ്പൊ ഹൈഡ്രജൻ അപ്പൊ നമ്മൾ ആദ്യത്തേന് 1 എന്ന് കൊടുത്തു, രണ്ടാമത്തേന് 2 എന്ന് കൊടുത്തു. ഇനി ഇതിലൊരു സെൻട്രൽ ആറ്റം ഇല്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ആറ്റത്തിന് ആദ്യം എഴുതാം. ഹൈഡ്രജൻ 1 ഞാൻ ആദ്യം എഴുതി, ഹൈഡ്രജൻ. ഇനി അടുത്ത ഹൈഡ്രജൻ അടുത്ത ലൈനിൽ എഴുതി. ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് ആറ്റത്തിന് പറയുകയാണെങ്കിൽ എപ്പോഴും എന്താ വേണ്ടേ? ഒരു പാരാമീറ്റർ മാത്രമേ വേണ്ടൂ. അതെന്താണ്? ഈ ബോണ്ട് ലെങ്ത്. അപ്പൊ 1നോട് അത് ബോണ്ട് ലെങ്ത് വഴിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ വാല്യൂ ഇവിടെ തന്നെ കൊടുക്കുകയാണ്, വേരിയബിൾ സെക്ഷൻ ആയിട്ട് കൊടുക്കുന്നില്ല. 2 ആണ് വാല്യൂ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? 2.0. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി അടുത്തൊരു മോളിക്യൂൾ നമുക്ക് പഠിക്കാനുള്ളത് അമോണിയ. അമോണിയ മോളിക്യൂൾ നമുക്ക് അറിയാം എന്ത് ഷേപ്പാണ് ഉള്ളത്. അതിന് പിരമിഡൽ ഷേപ്പ് ആണ് വരുന്നത്.
നമുക്ക് നെയിം കൊടുക്കാം. നൈട്രജൻ 1, ഈ ഹൈഡ്രജൻ 2, ഈ ഹൈഡ്രജൻ 3, ഈ ഹൈഡ്രജൻ 4. ഇനി നമ്മൾ എഴുതുമ്പോൾ സെൻട്രൽ ആറ്റം ഉണ്ട് ഇവിടെ, ഏതാ? നൈട്രജൻ. ഇനി എന്ത് ചെയ്യുന്നു? ഈ സെക്കൻഡ് ഹൈഡ്രജൻ ആറ്റം നൈട്രജൻ ആയിട്ട് എന്താ രണ്ടാമത്തെ ആറ്റം പറയുമ്പോൾ നമ്മൾ എന്ത് മാത്രം മതി എന്നാ പറഞ്ഞത്? ബോണ്ട് ലെങ്ത് പാരാമീറ്റർ മാത്രം മതി. അപ്പൊ 1 അത് എന്ത് ചെയ്യിക്കുന്നു? ബോണ്ട് ലെങ്ത് വഴി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. 1 ബോണ്ട് ലെങ്ത്തിന്റെ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് 1.0. ഇനി അടുത്ത ഹൈഡ്രജൻ ആറ്റം എടുക്കാം, അതായത് തേർഡ് ഹൈഡ്രജൻ ആറ്റം. അതെടുക്കുമ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? നൈട്രജനോടാണ് അത് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ 1 ആയിട്ടുള്ള അതിന്റെ ബോണ്ട് ലെങ്ത് കൊടുത്തു. ഇനി എന്ത് വേണം? നമ്മൾ പറഞ്ഞു തേർഡ് ആറ്റം ആവുമ്പോൾ എന്ത് വേണം? ബോണ്ട് ആംഗിൾ. അതായത് ഈ ബോണ്ട് ആംഗിൾ എത്രയാന്ന് നമ്മൾ പറയണം. അപ്പൊ അതായത് സെക്കൻഡ് ഹൈഡ്രജൻ ആറ്റം ആയിട്ട് അത് ഉണ്ടാക്കുന്ന ബോണ്ട് ആംഗിൾ നമുക്കൊരു ഏകദേശം 110.0 എന്ന് എടുക്കാം. നമുക്കറിയാം 109.5 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അമോണിയയുടെ ബോണ്ട് ആംഗിൾ. അപ്പൊ ഞാനൊരു 110.0 എടുത്തിരിക്കുന്നു. ഇനി ഇവിടെ വരുമ്പോൾ നാലാമതൊരു ആറ്റം വരുന്നുണ്ട് അല്ലെ. നാലാമതൊരു ആറ്റം വരുമ്പോൾ എന്തായാലും ബോണ്ട് ലെങ്ത്തും ബോണ്ട് ആംഗിളും നമ്മൾ എഴുതണം. അപ്പൊ അത് എന്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? 1 അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതിന്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 1.0 തന്നെയാണ്. നമ്മൾ ഇതേപോലെ അല്ല ഇതിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനൊന്ന് കാണിച്ചു തരാം സ്ട്രക്ചർ. അതായത് അമോണിയയുടെ കേസ് എടുക്കുമ്പോൾ എങ്ങനെയാ? അമോണിയ നിൽക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ. ഒരു ട്രയാങ്കിള് പോലെയാണ് അമോണിയ നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ ട്രയാങ്കിള് പോലെ നിൽക്കുമ്പോ ഇപ്പൊ ഈ ഹൈഡ്രജൻ ആറ്റത്തിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ ആറ്റം നൈട്രജനോട് ബോണ്ട് ചെയ്തിരിക്കുകയാണ്, അത് സമ്മതിച്ചു. പിന്നെ ഏത് ഹൈഡ്രജൻ ആറ്റത്തിനോട് വേണമെങ്കിലും ബോണ്ട് ആംഗിൾ നമുക്ക് പറയാം. ഒന്നുകിൽ ഈ ഹൈഡ്രജൻ ആറ്റം തമ്മിലുള്ള ബോണ്ട് ആംഗിൾ പറയാം. ഈ ഹൈഡ്രജൻ ആറ്റത്തിനെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നൈട്രജനോട് അത് ബോണ്ട് ലെങ്ത് വഴി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇനി ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഹൈഡ്രജൻ ആയിട്ടുള്ള ബോണ്ട് ആംഗിൾ പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഹൈഡ്രജൻ ആയിട്ടുള്ള ബോണ്ട് ആംഗിൾ പറയാം. ഏത് ബോണ്ട് ആംഗിൾ ആണെങ്കിലും എന്താണ്? സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 തന്നെയാണ് ഞാൻ ബോണ്ട് ആംഗിൾ എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ 2 110.0 110.0. ഇനി നാലാമതൊരു ആറ്റം വരെയാണെങ്കിൽ അവിടെ തൊട്ട് വേറൊരു പാരാമീറ്ററും കൂടി നമ്മൾ പറയണം. അതിനെ പറയുന്ന പേരാണ് ഡൈഹിഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഡൈഹിഡ്രൽ ആംഗിൾ അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം. ഡൈഹിഡ്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നിങ്ങൾ കാണുന്നില്ലേ? കാണാനുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നൈട്രജൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ ഡൈഹിഡ്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും 3 ആറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ആ പ്ലെയിൻ ആയിട്ട് 4th ആറ്റം ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഡൈഹിഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഹൈഡ്രജൻ 2, ഹൈഡ്രജൻ 3, ഹൈഡ്രജൻ 4. അപ്പൊ അങ്ങനെ വരുമ്പോ നൈട്രജനെയും ഹൈഡ്രജൻ 2നെയും ഹൈഡ്രജൻ 3നെയും നമ്മൾ ഒരു പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതാക്കിയിട്ട് ഹൈഡ്രജൻ 4 ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും ഈ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. എന്നുകൂടി ഞാൻ പറയാം. ഏതെങ്കിലും 3 ആറ്റത്തിന് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും 3 ആറ്റത്തിനെ ഒരു പ്ലെയിനിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പ്ലെയിനിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതുമായിട്ട് ഈ 4th നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്ന ആറ്റം ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഡൈഹിഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ നൈട്രജൻ ആറ്റം ഈ 2 ഹൈഡ്രജൻ ആറ്റം ഒരു പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തു. അതായത് ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ് ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇതായിട്ട് ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും ഇതായിട്ട് ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഡൈഹിഡ്രൽ ആംഗിളും കൂടി എഴുതാം. അതായത് തേർഡ്
തേർഡ് ആയിട്ട് ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 120.0. ഫോർത്ത് ആറ്റം തൊട്ട് നമ്മൾ എല്ലാത്തിന്റെ കേസിൽ എന്ത് യൂസ് ചെയ്യണം? 3 പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യണം. ഇതാണ് അമോണിയയുടെ കേസ്. ഇനി ഒരു പ്ലാനാർ ആയിട്ടുള്ള മോളിക്യൂൾ എടുക്കാന്ന് വിചാരിക്കുക. ഒരു പ്ലാനാർ മോളിക്യൂളിന്റെ കേസില് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആറ്റം ആ സെയിം പ്ലെയിനിൽ തന്നെയാണെങ്കിൽ ഡൈഹീഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു പ്ലാനാർ സിസ്റ്റം എടുക്കുമ്പോ പ്ലാനാർ സിസ്റ്റത്തില് നമ്മൾ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ, ആ പ്ലെയിനിൽ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം വരുന്ന വെച്ചാൽ ഡൈഹീഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഡിഫറെന്റ് പ്ലെയിനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആറ്റം വരുന്നതെങ്കിൽ അവിടുത്തെ ഡൈഹീഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആയിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തരാം, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എ പ്ലാനാർ മോളിക്യൂൾ, ഇഫ് ദ ആറ്റം ഈസ് ഇൻ ദ സെയിം പ്ലെയിൻ of 3 atoms, then dihedral angle is 0. If the atom is different from the plane, then the dihedral angle is 180. For a planar molecule, if the atom is in the same plane of 3 atoms, the dihedral angle is 0. If the atom is different from the plane, then the dihedral angle is 180. നമുക്ക് പഠിക്കാനുള്ള ഒരു സിസ്റ്റം തന്നെയാണ് അടുത്തത് ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് HCHO. നമുക്കറിയാം ഫോർമാൽഡിഹൈഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? C ഡബിൾ ബോണ്ട് O H H. നമുക്ക് നെയിം ചെയ്യാം. കാർബൺ ആണ് സെന്റർ, അപ്പൊ അതിന് 1, ഓക്സിജൻ 2 കൊടുത്തു, ഇതിന് 3, ഇതിന് 4. ഇനി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? സെൻട്രൽ ആറ്റത്തിന് എഴുതും. സെൻട്രൽ ആറ്റം ഏതാ? കാർബൺ. അടുത്ത ഏതാണ്? ഓക്സിജൻ. ഇനി എന്താ? കാർബണും ഓക്സിജനും പറയാൻ ആ കൂടി എന്ത് മതി? കാർബണിനോടുള്ള ഓക്സിജന്റെ ബോൺ ലെങ്ത് മതി. അപ്പൊ 1 ആയിട്ടുള്ള അതിന്റെ ബോൺ ലെങ്ത് 1.2. ഇനി 3 എന്ന് മാർക്ക് ചെയ്ത ഹൈഡ്രജൻ എഴുതി. അപ്പൊ അത് ഏതിനോടെ ബോൺ ലെങ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? കാർബൺ. അപ്പൊ 1 ആയിട്ടുള്ള അതിന്റെ ബോൺ ലെങ്ത് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് 1.02. ഇനി നമ്മൾ എന്താ പറയേണ്ടത്? ഈ ഒരു ബോണ്ട് ആംഗിൾ ആണ് പറയേണ്ടത്. അപ്പൊ ഏതിനോടാ? സെക്കൻഡിനോടുള്ള അതിന്റെ ബോണ്ട് ആംഗിള് നമുക്കറിയാം. ഈ ആംഗിൾ എത്ര വരാ? 120.0. നമുക്കറിയാം ട്രൈഗണൽ പ്ലാനാർ വരുമ്പോ അതിന്റെ ആംഗിൾ എത്രയാ? 120 ആണ്. ആ 120 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫോർത്ത് ഹൈഡ്രജൻ ആറ്റത്തിന് നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ ഹൈഡ്രജൻ 1നോടാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് 1.02 എന്ന് കൊടുത്തു. ഇനി എന്താ? ഈ 2 ആയിട്ടുള്ള ഇതിന്റെ ബോണ്ട് ആംഗിൾ നമുക്കറിയാം ട്രൈഗണൽ പ്ലാനാർ ആയിട്ട് 120.0 ആണ്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഫോർത്ത് ആറ്റം തൊട്ട് എത്ര പാരാമീറ്റേഴ്സ് വേണം? 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ തേർഡ് ആയിട്ടുള്ള ഡൈഹീഡ്രൽ ആംഗിൾ ആണ് അതിന് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന 1ഉം 2ഉം 3ഉം എന്ത് ചെയ്യണം? ഒരു പ്ലെയിനിൽ കൺസിഡർ ചെയ്യണം. ഇനി നമുക്കറിയാം ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഒരു പ്ലാനാർ മോളിക്യൂൾ ആണ്. അപ്പൊ നോക്കിക്കേ, ഇത് 3 ഒരു പ്ലെയിനിൽ കൺസിഡർ ചെയ്യുമ്പോൾ ആ പ്ലെയിനിൽ തന്നെയല്ല ഈ ഹൈഡ്രജൻ വന്നിരിക്കുന്നത്. ആ പ്ലെയിനിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ ഹൈഡ്രജൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡൈഹീഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതേസമയം ഈ ഹൈഡ്രജൻ വരുന്നത് ഇവിടെ ഇങ്ങനെയാന്ന് വിചാരിക്കും, ഇവിടെ വന്നു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്? 0 ആണ് ഡൈഹീഡ്രൽ ആംഗിൾ. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഓക്സിജനും കാർബണും H3യും ഈ ഒരു പ്ലെയിനിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഞാനൊന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. C ഡബിൾ ബോണ്ട് H H. ഇത് നമ്മൾ ഒരു പ്ലെയിനിൽ കൺസിഡർ ചെയ്തു. കണ്ടോ? ഈ പ്ലെയിനിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഹൈഡ്രജൻ ആറ്റം നിൽക്കുന്നത്. അതുകൊണ്ട് ഡൈഹീഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും. അതേസമയം ഈ പ്ലെയിനിൽ തന്നെയാണ് അത് വരുന്നതെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും ഡൈഹീഡ്രൽ ആംഗിൾ. ഇത് എന്തിന്റെ കേസിൽ മാത്രമാണ്? പ്ലാനാർ മോളിക്യൂളിന്റെ കേസിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി ഒരു സിസ്റ്റത്തിന്റെ കൂടി നമുക്ക് പഠിക്കാനാണ്. അതിന്റെ സെറ്റ് മെട്രിക്സ് ഞാൻ എഴുതാം, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു വിർച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ അത് പഠിക്കുക, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. മെത്തനോളിന്റെ സ്ട്രക്ചർ ആണ് നമുക്ക് ഉള്ളത്. അത് ഇവിടെ എനിക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റില്ല, പക്ഷെ ഞാൻ അത് എഴുതാം, സെറ്റ് മെട്രിക്സ് എഴുതാം. നിങ്ങൾ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. മെത്തനോൾ എന്ന് പറയുമ്പോ എന്താ? CH3OH CHHOH. Carbon, oxygen 1.4, hydrogen 2.95, 109.5, hydrogen 1.09 to 109.5. എന്താ മിസ്? മിസ് അവിടെ ഹൈഡ്രജന്റെ 1 എന്നല്ലേ ഇതേണ്ടത്? അല്ല, ഈ ഹൈഡ്രജൻ ഓക്സിജനോടല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് 1, ഇത് 2. അപ്പൊ ഈ ഹൈഡ്രജൻ മാത്രം, ഈ ഹൈഡ്രജനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് 3 ഹൈഡ്രജൻ കേട്ടോ. 4th, 5th, 6th. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതൊന്ന് നോക്കണം കേട്ടോ. നമുക്കിപ്പോ ഇതിലായോണ്ടൊന്നും പറഞ്ഞുതരാൻ പറ്റുന്നില്ല, മോഡൽസ് ഇല്ലല്ലോ കയ്യില്. ഈ സെറ്റ് മെട്രിക്സ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. -120.0 ആണ്, കാരണം മറ്റേ ഹൈഡ്രജൻ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും അത് വരെ. അതുകൊണ്ടാണ് -120.0 എന്ന് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇനി തിരിച്ചു പോവാം. ഇന്നലെ നമ്മൾ ആ ഇൻപുട്ട് വന്നപ്പോഴാണ് ഇതിലോട്ട് വന്നത്. അപ്പൊ നമുക്ക് വീണ്ടും കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ട് മിസ്. ഓക്കെ. ഇപ്പൊ പെർസെന്റേജ് സെക്ഷൻ നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നില്ല, റൂട്ട് സെക്ഷൻ ആണ് ഇന്നലെ കൊടുത്തത്. അത് നമുക്കൊന്നുകൂടി കൊടുക്കാം. പൗണ്ട് സൈൻ T RHF bar 631 G D opt pre test. നമ്മൾ വാട്ടറിന്റെ ആണ് കൊടുത്തിട്ടുണ്ടായ WATER. ചാർജ് മൾട്ടിപ്ലിസിറ്റി 0 സ്പേസ് 1. ഇനി ഞാൻ സെറ്റ് മെട്രിക്സ് കൊടുക്കാൻ പോവാണ്. വാട്ടറിന്റെ ഓക്സിജൻ എന്റർ, ഹൈഡ്രജൻ 1 ആയിട്ട് ബോണ്ട് ലെങ്ത് 1.08, then next hydrogen 1 ആയിട്ടുള്ള ബോണ്ട് ലെങ്ത് 1.08,
then 2 ആയിട്ടുള്ള ആംഗിൾ 104.5. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ R1A1 എന്ന് കൊടുത്തിട്ട് പിന്നെ 2 സ്പേസ് ഇട്ടതിന് ശേഷം R1 equal to A1 equal to ഇങ്ങനെ കൊടുക്കുന്നതാണ് കുറച്ചും കൂടി സൗകര്യം. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇൻപുട്ട് ഫയലിൽ ഉള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് സേവ് ചെയ്യണം. ഫയൽ സേവ് ജോബ് ആസ്. ഇത് നിങ്ങൾ എഴുതണം കേട്ടോ. ഇങ്ങനെ നമുക്ക് എവിടെയാണെന്ന് ഫയലിൽ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ സേവ് ചെയ്യാം. എന്തെങ്കിലും പേര് കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഇപ്പോഴുള്ള ഈ ബോർഡ് നിങ്ങൾക്ക് കാണാനുണ്ടോ? എന്താ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണണേ? ഞാൻ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ റൺ എന്ന് പറഞ്ഞ ബട്ടൺ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പോൾ സേവ് ചെയ്തതിന് ശേഷം, പ്രോഗ്രാം സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ വീണ്ടും സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. എന്നിട്ട് പ്രോഗ്രാം റൺ ചെയ്യും. നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ബ്ലൂ ലൈനിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പോകുന്നത്? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇത് പ്രോഗ്രാം ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റാസും അതിൽ വരുന്നുണ്ടാവും. നമ്മൾ ജോമെട്രി ഒപ്റ്റിമൈസേഷനും ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഡാറ്റാസ് വരുന്നുണ്ടാവും. വെയിറ്റ് ചെയ്യാം. മിസ് നേരത്തെ എടുത്ത നമ്മളെ പെർസെന്റേജ് സെക്ഷൻ, റൂട്ട് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇതില്ലേ, അത് ഇവിടുന്ന് എടുക്കണേ? അതായത് അത് ആ സ്ക്രീൻ എങ്ങനെ വരിക? അതായത് ഞാൻ ഗോസിയൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആ നേരത്തെ പെർസെന്റേജ് സെക്ഷൻ, റൂട്ട് സെക്ഷൻ എന്ന് പറഞ്ഞ എഴുതിയിട്ടുള്ള ഒരു ഇതില്ലേ? അത് തന്നെയാ പറഞ്ഞത്. അതായത് ഞാൻ ഗോസിയൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഗോസിയൻ എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോ ഫയൽ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ ഫയലിൽ ന്യൂ എടുക്കുമ്പോ ആ ഒരു ടേബിൾ ആണ് എനിക്ക് വരിക. ക്ലിയർ ആണോ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നില്ല. നമുക്ക് ഇനി കോളേജ് വരുമ്പോൾ ഞാൻ കാണിക്കാം. കാരണം നമുക്ക് S4 ഇതിന്റെ ഒരു ലാബ് ചെയ്യാനുണ്ട്. ഇപ്പൊ നിങ്ങളിവിടെ ലാസ്റ്റ് ലൈൻ കാണുന്നുണ്ടോ? എന്താ കാണുന്നേ? ലാസ്റ്റ് ലൈൻ എന്താന്ന് വായിച്ചൊന്ന്. ലാസ്റ്റ് ലൈൻ എന്താ? നോർമൽ ടെർമിനേഷൻ ഗോസ്. അപ്പൊ നമ്മൾ ചെയ്ത പ്രോഗ്രാം കറക്റ്റ് ആണ്. നമ്മൾ കൊടുത്ത ഇൻപുട്ട് കറക്റ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലാസ്റ്റ് ലൈൻ വരും. നോർമൽ ടെർമിനേഷൻ ഓഫ് ഗോസിയൻ 3 അല്ലെങ്കിൽ എറർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി റൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ലാസ്റ്റ് ലൈൻ വരുന്നതോടെയാണ് പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് ഡാറ്റാസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഇൻപുട്ട് ഡാറ്റാസ് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ സേവ് ചെയ്യുക. റൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം റൺ ചെയ്യും. ലാസ്റ്റ് ഇങ്ങനെ അവസാനിക്കും. നോർമൽ ടെർമിനേഷൻ ഓഫ് ഗോസിയൻ 3 അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത പ്രോഗ്രാം കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റാസും ഇതിൽ കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി നമുക്ക് ഇത് വ്യൂ ചെയ്യാനുള്ള വേറൊരു സംഭവം ഉണ്ട്. അതിനെയാണ് നമ്മൾ ഗോസിയൻ വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതിൽ കാണാൻ നിങ്ങൾക്ക് പറ്റുമോ എനിക്ക് അറിയില്ല. ഗോസിയൻ വ്യൂ ഇത് കാണുന്നുണ്ടോ? ഗോസിയൻ വ്യൂ എന്ന് പറഞ്ഞ സംഭവം കാണാം. ഓക്കെ. അപ്പൊ ഇതിലെ നമ്മൾ കൊടുത്ത സംഭവം ഇവിടെ കിടക്കുന്നുണ്ടാവും. അതായത് ഇപ്പൊ ഞാൻ ഫയലിൽ ക്ലിക്ക് ചെയ്ത് കാണുന്നില്ലേ? ഫയൽ ഓപ്പൺ. ഇത് നിങ്ങൾ എഴുതി വെക്കേണ്ട, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഫയലിൽ ഓപ്പൺ നമുക്ക് ഔട്ട്പുട്ട് ആണ് കിട്ടേണ്ടത്. അപ്പൊ ഗോസിയൻ ഔട്ട്പുട്ട് ഫയൽ നമ്മൾ വാട്ടർ 21 ആണ് ഞാൻ സേവ് ചെയ്തത്. വാട്ടർ 21 ഔട്ട് ഓപ്പൺ. കണ്ടോ? ഇത് കണ്ടോ നിങ്ങള്? വാട്ടർ മോളിക്യൂൾ വന്നത് കണ്ടോ? പോയി. ഫയൽ ഓപ്പൺ ഗോസിയൻ ഔട്ട്പുട്ട് ഫയൽ
21 out. ഇത് കാണാനുണ്ടോ നിങ്ങൾക്കിപ്പോ? കാണാം. വാട്ടർ മോളിക്യൂൾ കണ്ടില്ല എല്ലാവരും? യെസ് മിസ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ നമ്മൾ കണ്ടുപിടിച്ച സംഭവം. ഇനി നമുക്ക് ഇതില് നിങ്ങൾക്ക് അതിന്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? റിസൾട്ട്. ഇത് നമുക്ക് മറ്റേ S4 ലാബിൽ ശരിക്കും ആവശ്യമുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വെക്കാൻ പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ റിസൾട്ട് നോക്കാം. അതിൽ കണ്ടോ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്കറിയാം വാട്ടറിന് 3 വൈബ്രേഷൻസ് ആണ് പോസിബിൾ ആയിട്ട്. ആ 3 വൈബ്രേഷൻസിന്റെ ഫ്രീക്വൻസി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ 3 വൈബ്രേഷൻസ് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ആ വൈബ്രേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഇതുവഴി കാണാൻ പറ്റും. ഒരു മിനിറ്റ്, ഞാനത് മിനിമൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കണ്ടോ? കാണുന്നില്ല മിസ്. ആ സ്ക്രീൻ മുകളിലേക്കാണ് നിൽക്കണേ. ആണല്ലേ, അപ്പൊ അത് നമുക്ക് ഇനി ലാബ് ചെയ്യുന്നതാണ്. ഇപ്പോഴും കാണുന്നില്ല? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കുക. അത് നമുക്ക് ലാബ് ചെയ്യുമ്പോ കാണാം കേട്ടോ. ഇതിലിപ്പോ ഇനി പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ അതിന്റെ, അതായത് നമ്മൾ ഈ ഗോസ് വ്യൂല് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ റിസൾട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. അതിൽ വൈബ്രേഷൻസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വൈബ്രേഷന്റെ ടേബിൾ ഒന്ന് നിങ്ങൾ കണ്ടല്ലോ. അതിൽ ഓരോ വൈബ്രേഷൻസ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മോളിക്യൂൾ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പിക്ചോറിയൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഗോസിയൻ ഇൻപുട്ട് ഫയൽ വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു ഗോസിയൻ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ ക്ലാസ്സിലോട്ട് പോകാം. നമ്മള് ഗോസിയൻ ഇൻപുട്ട് ഫയലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ ക്ലാസ്സിലോട്ട് പോവാം. ഇനി ഒരു ഗോസിയൻ ഇൻപുട്ട് ഫയലിന്റെ ഫോർമാറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. അതിനുശേഷമാണ് നിങ്ങൾ ഓരോ സെക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നിങ്ങളോട് ഗോസിയൻ ഇൻപുട്ട് ഫയൽ എഴുതാൻ പറഞ്ഞ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു ഫോർമാറ്റിൽ എഴുതണം. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അതിന്റെ ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലിങ്ക് സീറോ കമാൻഡ്, അതാണ് പെർസെൻറ്റേജ്. അതായത് മുന്നേ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഫയലിന്റെ ലൊക്കേഷൻ ഇവിടെ നമുക്ക് കൊടുക്കണമെങ്കിൽ അത് നമ്മളിവിടെ കൊടുക്കും. പിന്നെ റൂട്ട് സെക്ഷൻ, അത് നമ്മൾ പറഞ്ഞു എന്താണ് ജോബ്, എന്താണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫ്രീക്വൻസി ഓപ്റ്റിമൈസേഷൻ ആയതുകൊണ്ട് നമ്മൾ അത് കൊടുത്തു. അപ്പൊ എന്താണ് ജോബ് ടൈപ്പ്, അതേപോലെ മോഡൽ, ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ ഒരു ബ്ലാങ്ക് ലൈൻ ഇടണം. ഒരു ബ്ലാങ്ക് ലൈന് ശേഷമാണ് എന്ത് വരാ, ടൈറ്റിൽ സെക്ഷൻ വരാം. ടൈറ്റിൽ സെക്ഷനിൽ നമ്മൾ എന്താണ് ഔട്ട്പുട്ടിൽ വരുന്നത് അത് വെറുതെ പേരായിട്ട് കൊടുത്തത്രേ ഉള്ളൂ. പിന്നെ വീണ്ടും ബ്ലാങ്ക് ലൈൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, മോളിക്യൂളിനെ സ്പെസിഫിക്കേഷൻ ചെയ്യണം. അതായത് നമ്മൾ മോളിക്യൂളിന്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തു. വീണ്ടും ബ്ലാങ്ക് ലൈൻ, അതായത് എൻ്റർ അടിക്കുന്നത് ഞാൻ പറഞ്ഞു. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വേരിയബിളിന് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം പ്രോഗ്രാം ചെയ്യുമ്പോൾ. പക്ഷെ ഒരു ഗോസിയൻ ഇൻപുട്ടിന്റെ സ്ട്രക്ചർ കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ എഴുതിയതിനു ശേഷം വേണം ഈ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? ലിങ്ക് സീറോ കമാൻഡ്, അതാണ് പെർസെൻറ്റേജ് സെക്ഷൻ. അവിടെ നമ്മൾ പറഞ്ഞു മുന്നേ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഫയലിന്റെ ലൊക്കേഷൻ അത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ റിസോഴ്സ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ റൂട്ട് സെക്ഷൻ, റൂട്ട് സെക്ഷനിലാണ് നമ്മൾ ആ പൗണ്ട് സൈൻ കൊടുത്തത്. അവിടെ നമ്മൾ എന്ത് ജോബാണ് ചെയ്യേണ്ടത് അതിന് കൊടുത്തു. ഓപ്റ്റ്, ഫ്രീക്വ, അങ്ങനെയുള്ള കീവേഡുകൾ കൊടുത്തു. മോഡൽ കെമിസ്ട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഹാർട്രിഫോക്ക് ആണോ, അതേപോലെ ബേസിസ് സെറ്റ്, അതൊക്കെയാണ് മോഡൽ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും റൂട്ട് സെക്ഷനും ടൈറ്റിൽ സെക്ഷന്റെ ഇടയിൽ നമ്മൾ ഒരു ബ്ലാങ്ക് ലൈൻ ഇടണം. നിങ്ങൾ ആ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് ലൈൻ കാണും. ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്കത്. പിന്നെ എന്ത് ചെയ്യുന്നു, അത് റൂട്ട് സെക്ഷനെ ടൈറ്റിൽ സെക്ഷനോട് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ ടൈറ്റിൽ സെക്ഷനിൽ നമുക്ക് മനസ്സിലാവാൻ ഒരു പേര് കൊടുക്കുന്നു, അത്രേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ബ്ലാങ്ക് ലൈൻ. പിന്നെ മോളിക്യൂൾ സ്പെസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു, മോളിക്യൂളിന്റെ സ്ട്രക്ചർ കൊടുത്തു. പിന്നെ വീണ്ടും ബ്ലാങ്ക് ലൈൻ.
പിന്നെ ബ്ലാങ്ക് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേരിയബിൾ സെക്ഷൻ അവിടെ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഗോസിയൻ ഇൻപുട്ട് സ്ട്രക്ചർ എഴുതാൻ പറയുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. ഒരു സെറ്റ് മെട്രിക്സ് എഴുതാൻ പറയുമ്പോൾ വേണമെങ്കിൽ വേരിയബിൾ നമുക്ക് സെറ്റ് മെട്രിക്സ് എഴുതുന്നതിന്റെ ഒപ്പം തന്നെ എഴുതി പോവാം. വേറെ വേരിയബിൾ കൊടുത്ത് എഴുതണമെന്ന് നിർബന്ധമില്ല. എങ്ങനെ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. ഇതൊന്ന് എഴുതിയെടുക്കുക എല്ലാവരും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താലും മതി കേട്ടോ. നമുക്ക് സമയം കുറവാണ് ഇന്ന്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി മിസ്. ഞാൻ ഈ സ്ലൈഡ് മാറ്റട്ടെ? ഓക്കെ മിസ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച കീവേഡുകൾ നമുക്കൊന്ന് നോക്കാം. 2 കീവേഡുകളാണ്. രണ്ട് കീവേഡുകളാണ് നമുക്ക് സിലബസിൽ പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓപ്റ്റ്, then second one ഫ്രീ. നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് 2 കീവേഡുകൾ, ഓപ്റ്റ് ആൻഡ് ഫ്രീ. ഓപ്റ്റ് ആൻഡ് ഫ്രീ. ഓപ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ OPT, ഓപ്റ്റ് എന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജോമെട്രി ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടാണ്. ഓപ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ജോമെട്രി ഒപ്റ്റിമൈസേഷൻ പറഞ്ഞാൽ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ജോമെട്രി. ഇക്വിലിബ്രിയം ജോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം എനർജി വരുന്ന സ്ട്രക്ചർ. ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ജോമെട്രി. അതായത് ഇക്വിലിബ്രിയം ജോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? ദ ജോമെട്രി അസോസിയേറ്റഡ് വിത്ത് ലോവസ്റ്റ് സിംഗിൾ പോയിന്റ് എനർജി. ഏറ്റവും എനർജി കുറഞ്ഞ ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ഇക്വിലിബ്രിയം ജോമെട്രി എന്ന് പറയുന്നത്. പിന്നെ അതിന് മാത്രമല്ല നമ്മളിത് യൂസ് ചെയ്യുന്നത് ട്രാൻസിഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ ജോമെട്രി, ഏറ്റവും മിനിമം എനർജി ഉള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഓപ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ SN1 റിയാക്ഷൻ നടക്കുക, അല്ലെങ്കിൽ SN2 റിയാക്ഷൻ നടക്കുക. SN2 റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും മിനിമം എനർജി ഉള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ ഏതാണ്, അങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും ഈ ഓപ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഓപ്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ജോമെട്രി ഒപ്റ്റിമൈസേഷൻ, ദാറ്റ് ഈസ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ജോമെട്രി. ഇക്വിലിബ്രിയം ജോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? ദ ജോമെട്രി അസോസിയേറ്റഡ് വിത്ത് ലോവസ്റ്റ് സിംഗിൾ പോയിന്റ് എനർജി. പിന്നെ വേറൊരു യൂസ് എന്ന് പറയുന്നത് എന്താ? ടു ഫൈൻഡ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് ജോമെട്രി ബൈ മിനിമൈസിങ് ദ എനർജി. ഏറ്റവും മിനിമം എനർജി ഉള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് ജോമെട്രി കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? യെസ് മിസ്. ഇനി ഒരു കീവേഡ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫ്രീക്ക്. ഫ്രീക്ക്, FREQ, ഫ്രീക്ക്. For the prediction of frequency calculation and intensity, we use freak keyword. For the prediction of frequency and intensity calculation, we use the keyword freak. പിന്നെ അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി സർഫസിലെ സ്റ്റേഷനറി പോയിന്റിന്റെ നേച്ചർ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫ്രീക്ക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യും. നിങ്ങൾ പഠിച്ചോ പൊട്ടൻഷ്യൽ എനർജി സർഫസ് കൈനറ്റിക്സില്? കെമിക്കൽ കൈനറ്റിക്സ് കഴിഞ്ഞല്ലേ? അതിൽ പൊട്ടൻഷ്യൽ എനർജി സർഫസ് പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ടാവും. അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതിൽ പൊട്ടൻഷ്യൽ എനർജി സർഫസ്, ആ പൊട്ടൻഷ്യൽ എനർജി സർഫസിലെ സ്റ്റേഷനറി പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ, അതിന്റെ നേച്ചർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾക്കൊരു റിയാക്ഷൻ നടന്നു. ആ റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ ഫ്രീക്വൻസി കാൽക്കുലേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ഫ്രീക്വൻസീസ് കൊടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി മാത്രം നെഗറ്റീവ് വാല്യൂ വന്നു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതാണ് ട്രാൻസിഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി സിമ്പിൾ ആക്കി തരാം. നമ്മളിപ്പോ ഒരു SN2 റിയാക്ഷൻ
സ്റ്റഡി ചെയ്യുകയാണ്. കമ്പ്യൂട്ടേഷൻ ഗോസിയൻ പ്രോഗ്രാം വെച്ചിട്ട് ഒരു SN2 റിയാക്ഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. അങ്ങനെ SN2 റിയാക്ഷൻ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്കറിയാം ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് ശരിക്കും ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ ജോമെട്രി അറിയില്ലേ. അപ്പൊ നമ്മളൊരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് സെറ്റ് മെട്രിക്സ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഗോസിയൻ പ്രോഗ്രാം റൺ ചെയ്യും. ഇനി എങ്ങനെയാ ട്രാൻസിഷൻ സ്റ്റേറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ വൈബ്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ ഫ്രീക്വൻസീസ് വരും. അതിൽ എല്ലാ ഫ്രീക്വൻസി പോസിറ്റീവ് ആയിരിക്കും, ഒരു ഫ്രീക്വൻസി മാത്രം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ നെഗറ്റീവ് ആയിട്ട് വരാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ട്രാൻസിഷൻ സ്റ്റേറ്റ് വരാണെങ്കിൽ അതിൽ ഒരു ഇമാജിനറി ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്ട്രക്ചർ ആണ്. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു SN2 റിയാക്ഷൻ നടക്കുക, അതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത്. SN2 റിയാക്ഷൻ നമുക്കറിയാം ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു റിയാക്ഷൻ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ അത് പഠിക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ ട്രാൻസിഷൻ സ്ട്രക്ചർ ഏതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഒരു ഏകദേശം ഒരു ഐഡിയയില് അതിന്റെ ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ ഒരു സെറ്റ് മെട്രിക്സ് കൊടുത്ത് ഗോസിയൻ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ കുറെ വട്ടം ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വൈബ്രേഷൻ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ അതിൽ എല്ലാ വാല്യൂസും പോസിറ്റീവ് വരും, ഒരെണ്ണം മാത്രം നെഗറ്റീവ് വരാണെങ്കിൽ നമുക്ക് അത് കൺഫേം ചെയ്യാം. അതാണ് ട്രൂ ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ എന്ന്. അങ്ങനെയാണ് നമുക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി കാൽക്കുലേഷൻ യൂസ് ചെയ്യാം. അപ്പൊ 3 യൂസസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ടു പ്രെഡിക്ട് ദ ഫ്രീക്വൻസി ആൻഡ് ഇന്റൻസിറ്റി, then to identify the nature of stationary points on potential energy surface, and for also the determination of structure of transition state. For the determination of structure of transition state. ഇനി എന്താണ് പൊട്ടൻഷ്യൽ എനർജി സർഫസ് എന്നും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇതും കൂടി പഠിച്ചിട്ട് നിർത്താം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, കെമിക്കൽ കൈനറ്റിക്സിൽ ഓർക്കുന്നില്ലേ പൊട്ടൻഷ്യൽ എനർജി സർഫസ്, ഈ ഒരു ഡയഗ്രാം. എന്തായാലും മിസ് എടുത്തിട്ടുണ്ടാവും കെമിക്കൽ കൈനറ്റിക്സിലെ പൊട്ടൻഷ്യൽ എനർജി സർഫസ്. ഇവിടെ നമ്മൾ ആ ജോമെട്രി ഒപ്റ്റിമൈസേഷനും ഫ്രീക്വൻസി കാൽക്കുലേഷനും പറയുമ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി സർഫസുകളും കുറച്ച് മെൻഷൻ ചെയ്യണം. അപ്പൊ ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഡീറ്റെയിൽ ആയിട്ട് കെമിക്കൽ കൈനറ്റിക്സിൽ അല്ലെങ്കിൽ മോളിക്കുലർ ഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും പൊട്ടൻഷ്യൽ എനർജി സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി സർഫസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി സർഫസ് ഇതൊരു 3D സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി സർഫസ്. ഇനി ഈ പൊട്ടൻഷ്യൽ എനർജി സർഫസ് കൊടുത്തിരിക്കുമ്പോൾ ഇവിടെ കുറെ പോയിന്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലോക്കൽ മിനിമം, ഗ്ലോബൽ മിനിമം, ലോക്കൽ മാക്സിമം, ഗ്ലോബൽ മാക്സിമം, സാഡിൽ പോയിന്റ്, ലോക്കൽ മിനിമം, അങ്ങനെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പറയാം. ലോക്കൽ മിനിമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റീജിയൻ എടുക്കാന്ന് വിചാരിക്കും. ഞാനിപ്പോ ഈ ആദ്യത്തെ ഈ ഒരു ഡയഗ്രാം മാത്രം എടുക്കാന്ന് വിചാരിക്കും. അങ്ങനെ ഈ ഒരു ഡയഗ്രാം മാത്രം എടുക്കുമ്പോൾ അത് ആ ഒരു ലിമിറ്റഡ് റീജിയനിൽ വരുന്ന ലോവസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കിക്കേ. ഇങ്ങനെ ഒരു ഡയഗ്രാം എടുക്കുമ്പോൾ ഈ ഒരു ഡയഗ്രാം മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇതെന്താണ്, ഇവിടുത്തെ എന്താണ്, ലോവസ്റ്റ് പോയിന്റ് ആണ് അല്ലെ. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കൽ മിനിമം എന്ന് പറയുന്നത്. ഒരു ലിമിറ്റഡ് റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ലോവസ്റ്റ് പോയിന്റിനെ പറയുന്നതാണ് എന്ത്, ലോക്കൽ മിനിമം. ലോവസ്റ്റ് പോയിന്റ് ഇൻ സം ലിമിറ്റഡ് റീജിയൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി സർഫസ്. ലോവസ്റ്റ് പോയിന്റ് ഇൻ സം ലിമിറ്റഡ് റീജിയൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി സർഫസ്. അപ്പൊ ഗ്ലോബൽ മിനിമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആസ് എ ഒരു പൊട്ടൻഷ്യൽ എനർജി സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ലോവസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബൽ മിനിമം. ഇതൊരു 3D സ്ട്രക്ചർ ആയതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനേക്കാളും താഴ്ന്നിട്ടാണ് ഈ ഒരു റീജിയൻ കിടക്കുന്നത്. അപ്പൊ മൊത്തത്തിലുള്ള ഈ പൊട്ടൻഷ്യൽ എനർജി സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന പോയിന്റ് ഏതാണ്, ഇതാണ്. ആ ലോവസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബൽ മിനിമം. അപ്പോൾ ഒരു ലിമിറ്റഡ് റീജിയനിൽ വരുന്ന ലോവസ്റ്റ് പോയിന്റിനെ ലോക്കൽ മിനിമം എന്നും, ഒരു പൊട്ടൻഷ്യൽ എനർജി സർഫസ് ഫുൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു ലോവസ്റ്റ് പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, ഗ്ലോബൽ മിനിമം എന്ന് പറയുന്നത്.
നിങ്ങളൊന്ന് സൈറ്റിലൊക്കെ സെർച്ച് ചെയ്യുക പൊട്ടൻഷ്യൽ എനർജി സർഫസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു 3D സ്ട്രക്ചർ ആണ്. അതായത് ഇതിനേക്കാളും നമ്മൾ ഈ ലോക്കൽ മിനിമം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിനേക്കാളും താഴ്ന്നാണ് ഈ റീജിയൻ കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് ഗ്ലോബൽ മിനിമം എന്ന് പറഞ്ഞത്. അതിന്റെ 3D റൊട്ടേഷൻ ഒക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ക്ലിയർ ആവും. അപ്പൊ എന്തായിരിക്കും ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് റീജിയനിൽ വരുന്ന മാക്സിമം പോയിന്റിനെയാണ് ഇത് പറയാ ലോക്കൽ മാക്സിമം. നോക്കിക്കേ, ഈ ഫസ്റ്റ് ഈ പോയിന്റ് ഇത്രയും റീജിയൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഹൈയസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോക്കൽ മാക്സിമം. ലോക്കൽ മാക്സിമം. ഇനി ഗ്ലോബൽ മാക്സിമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആസ് എ പൊട്ടൻഷ്യൽ എനർജി സർഫസ് കൺസിഡർ ചെയ്യുന്നു. ഫുൾ പൊട്ടൻഷ്യൽ എനർജി സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഹൈയസ്റ്റ് റീജിയൻ ഏതാ? ഇതാണ്. ആ പോയിന്റിനെയാണ് ഇത് പറയുന്നത് ഗ്ലോബൽ മാക്സിമം. അപ്പൊ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി സർഫസ് ഫുൾ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന കൺസെപ്റ്റ്. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് റീജിയൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നതാണ് ലോക്കൽ മിനിമോ ലോക്കൽ മാക്സിമോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. ഇനി ഇതിൽ പറയുന്ന വേറൊരു പോയിന്റ് ആണ് സാഡിൽ പോയിന്റ്. അത് മനസ്സിലാണെങ്കിൽ ഞാനിപ്പോ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരാൾ ഇവിടെ നിൽക്കാണ് അല്ലെ? ഈ ഒരാൾ ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ റെഡിന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മാക്സിമം പോയിന്റ് ആണ് അല്ലെ? ഇങ്ങോട്ട് പോകുന്നതോടെ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്ത് വരാണ് ചെയ്യുന്നത്. ഈ റെഡിന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം കേട്ടോ. അതായത് ഒരു മലയാണ്. ഇപ്പൊ ഇയാൾ ഇവിടെ നിന്ന് നോക്കാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ റെഡിന്ന് മാർക്ക് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോ അതെന്താ? ഒരു മാക്സിമം പോയിന്റ് അല്ലെ? ക്ലിയർ ആയോ പറഞ്ഞത്? കാരണം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരാണ്. അതായത് ഇയാളെ സംബന്ധിച്ചുള്ള ഒരു മാക്സിമം പോയിന്റ് ആണ്. ക്ലിയർ ആണോ ഇത് പറഞ്ഞത്? ക്ലിയർ ആണ്. ഇനി ഇയാൾ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കാൻ നോക്കി. അതായത് ഇവിടെ നിൽക്കാന്നിരിക്കും. ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്താ സംഭവം? മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് ഏതാ? ഇതാണ് മാക്സിമം പോയിന്റ്. ഇങ്ങോട്ട് വരുന്തോറും എന്താ ചെയ്യുന്നത്? കുറഞ്ഞു വരാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഈ ഡയറക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ റെഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മിനിമം പോയിന്റാ. കാരണം അതിന്റെ മാക്സിമം ഇവിടെ വന്നു. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മാക്സിമം ഇവിടെ വന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? കുറഞ്ഞു വരാണ് ചെയ്യുന്നത്. അതേസമയം ഈ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ ഇതൊരു മാക്സിമം പോയിന്റ് ആണ്. പക്ഷെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു മിനിമം പോയിന്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ അങ്ങനെയുള്ള ഒരു പോയിന്റിന് പറയുന്നതാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ഡയറക്ഷനിൽ നോക്കുമ്പോൾ അത് മാക്സിമവും മറ്റൊരു ഡയറക്ഷനിൽ നോക്കുമ്പോൾ അത് മിനിമം ആയിട്ടുള്ള പോയിന്റിനെ പറയുന്നതാണ് സാഡിൽ പോയിന്റ്. ഈ ഒരു പോയിന്റ് ഇവിടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങോട്ട് കൂടിയേ വരാം. അപ്പൊ അതൊരു മാക്സിമം. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ചോളം എന്താ? ഇങ്ങോട്ട് കൂടി വന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ എന്താ? കുറയാ. അപ്പൊ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് മാക്സിമം, പക്ഷെ ഒരു സൈഡിൽ നോക്കുമ്പോൾ അതെന്താ? മിനിമം ആണ്. അങ്ങനെയുള്ള പോയിന്റിന്റെ പറയുന്ന പേരാണ് സാഡിൽ പോയിന്റ്. എ പോയിന്റ് വിച്ച് ഈസ് മാക്സിമം ഇൻ വൺ ഡയറക്ഷൻ, എ മിനിമം ഇൻ അതർ ഡയറക്ഷൻ. അതിനെയാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. എ പോയിന്റ് വിച്ച് ഈസ് മാക്സിമം ഇൻ വൺ ഡയറക്ഷൻ, എ മിനിമം ഇൻ അതർ ഡയറക്ഷൻ. ഇനി ഈ സാഡിൽ പോയിന്റ് നമ്മൾ എന്തിനാ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ട്രാൻസിഷൻ സ്ട്രക്ചേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സാഡിൽ പോയിന്റ്. അതായത് നമ്മളൊരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിന് രണ്ട് ട്രാൻസിഷൻ സ്ട്രക്ചർ ഉണ്ടെന്ന് വയ്ക്കും. ആ രണ്ട് ട്രാൻസിഷൻ സ്ട്രക്ചറിനെയും കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. കറസ്പോണ്ട് ടു എ ട്രാൻസിഷൻ സ്ട്രക്ചർ കണക്ടിങ് ടു ഇക്വിലിബ്രിയം സ്ട്രക്ചേഴ്സ്. അത് ഒരു ട്രാൻസിഷൻ സ്ട്രക്ചറിനെയാണ് എന്ത് കാണിക്കുന്നത്? സാഡിൽ പോയിന്റ്. കറസ്പോണ്ട് ടു എ ട്രാൻസിഷൻ സ്ട്രക്ചർ കണക്ടിങ് ദ ടു ഇക്വിലിബ്രിയം സ്ട്രക്ചേഴ്സ്. ഇനി സാഡിൽ പോയിന്റും അതേപോലെ തന്നെ നമ്മൾ ഈ ഗ്ലോബൽ മിനിമം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും.
സാഡിൽ പോയിന്റ് അല്ലെങ്കിൽ ഗ്ലോബൽ മിനിമാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ലോക്കൽ മിനിമാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എനർജി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എനർജി നമ്മൾ പറയുന്ന പേരാണ് ഗ്രേഡിയന്റ്. ഇപ്പൊ സാഡിൽ പോയിന്റ് അല്ലെങ്കിൽ ബോത്ത് മിനിമാസ് പറഞ്ഞാൽ ലോക്കൽ മിനിമയിലും ഗ്ലോബൽ മിനിമയിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡിയന്റ്. ഇനി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് ഈക്വൽ ടു നെഗറ്റീവ് എഫ്. ഗ്രേഡിയന്റ് ഈസ് ദ നെഗറ്റീവ് ഓഫ് ഫോഴ്സ്. Gradient is the negative of force. ഇനി സ്റ്റേഷനറി പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീക്വൻസി ക്ലാസിഫിക്കേഷനിൽ സ്റ്റേഷനറി പോയിന്റിന്റെ നേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ഫ്രീക്ക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ സ്റ്റേഷനറി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി സർഫസിലെ ഫോഴ്സ് 0 ആയിട്ട് വരുന്ന പോയിന്റിനെ പറയുന്നതാണ് സ്റ്റേഷനറി പോയിന്റ് എന്ന് പറയുന്നത്. A point on potential energy surface where the forces are 0 is called stationary point. A point on potential energy surface where the forces are 0 is called stationary point. അപ്പൊ നമ്മൾ ഈ ഒപ്റ്റിമൈസേഷൻ, ഓപ്റ്റ് എന്ന കീവേഡും ഫ്രീക്ക് എന്ന കീവേഡും ഒക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി സർഫസും കൂടി കുറച്ച് മെൻഷൻ ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മളോട് ചോദിക്കുമ്പോൾ ഇത്രയുമാണ് എസെൻഷ്യൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി സർഫസ് ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ അതിലെ പോയിന്റ്സ് പറയണം. ഏതൊക്കെയാണ്? ലോക്കൽ മിനിമം, ഗ്ലോബൽ മിനിമം, ലോക്കൽ മാക്സിമം, ഗ്ലോബൽ മാക്സിമം, പിന്നെ സാഡിൽ പോയിന്റ്. സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് മിനിമം ഇൻ അതർ ഡയറക്ഷൻ. ആ പോയിന്റിനെയാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ പറയേണ്ടത് എന്താണ്? സ്റ്റേഷനറി പോയിന്റ്. സ്റ്റേഷനറി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ എനർജി സർഫസിലെ ഫോഴ്സ് 0 ആയിട്ട് വരുന്ന പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേഷനറി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുമ്പ് ചില ടേംസ് നമ്മൾ പഠിച്ചു. ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എനർജിനെയാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഈ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് സാഡിൽ പോയിന്റിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഗ്രേഡിയന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്?